മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളെ വരവേൽക്കുന്ന പ്രവേശന കവാടമാണ് നേര്യമംഗലം പാലം. ചരിത്ര പ്രാധാന്യമുള്ള ഈ പാലം കടന്നാണ് പശ്ചിമഘട്ട മലനിരകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലേക്കും നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി കടന്നുപോകുന്നത്. 1935 ഹൈറേഞ്ചിന്റെ വ്യാപാര വാണിജ്യ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന രാമവർമ്മ ശ്രീചിത്തിര തിരുനാളാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. ശർക്കരയും ചുണ്ണാമ്പും ചേർത്തുള്ള സുർക്കയും മിശ്രിതവും കരിങ്കലും ഉപയോഗിച്ച് 5 സ്പാനുകളിലായി 214 മീറ്റർ നീളവും 4.9 മീറ്റർ വീതിയുമുള്ള നേര്യമംഗലം പാലം കാലപ്പഴക്കത്താൽ ഇന്ന് സഞ്ചാരികൾക്ക് ഭീഷണിയായിരിക്കുകയാണ്. NHന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സമാന്തര പാലം ഉണ്ടാക്കുന്നതിനുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തേക്ക് ആവും എന്നുള്ളതായിരുന്നു നമുക്ക് ഒരു ഉറപ്പില്ല. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പാലം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിന്റെ വികസനം മാത്രമല്ല ഈ നാടിന് ആപത്തായി മാറുന്ന സ്ഥിതിയാണ്. ഒരു ഭാഗത്തേക്ക് കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന പാലത്തിൽ ഗതാഗതക്കുരുക്കും വാഹനാപകടങ്ങളും നിത്യസംഭവമാണ്. മിക്കപ്പോഴും വലിയ വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഈ പാലത്തിന് നടുക്കായിട്ട് ബ്ലോക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നാട്ടുകാരും വണ്ടിക്കാരും തമ്മിൽ പല വിഷയങ്ങളും ഉണ്ടാവാറുണ്ട്. എപ്പോഴും ബ്ലോക്കാണ് സാധനം. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ചിലപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പുതിയ പാലത്തിന് വ്യത്യസ്ത സർവേകൾ നടത്തിയെങ്കിലും സമാന്തര പാലം വേണമെന്ന പൊതുജന താല്പര്യം എങ്ങും എത്തിയില്ല. ഇനിയൊരു ദുരന്തമുണ്ടായാൽ മാത്രം ഉണർന്നു പ്രവർത്തിക്കാമെന്ന നിലപാടിലാണ് അധികാരികൾ. 80 വർഷം പിന്നിട്ട പാലം ഇന്ന് ഏറെ വാഹനാപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും നിദാനമായിട്ടുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള പാലമാണെങ്കിലും ബലക്ഷയം സംഭവിച്ച സാഹചര്യത്തിൽ സമാന്തര പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് അധികൃതർ പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപകടക്കണിയൊരുക്കി മൂന്നാർ റോഡ്. ജീവൻ ന്യൂസ് അന്വേഷണ പരമ്പര തുടരുന്നു.